നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സിയുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ചെറിയ ആശങ്കയുണ്ട്. താരം കഴിഞ്ഞ ഒക്ടോബറിൽ പരിക്ക് പറ്റിയതിന് ശേഷം പിന്നെ അങ്ങനെ റെഗുലറായിട്ട് കളിക്കളത്ത് കണ്ടിട്ടില്ല. നവംബർ മാസത്തിലെ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, ശരിയാണ്. പക്ഷേ അതിനിടയ്ക്കൊക്കെ പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് വന്നു, എല്ലാം ശരിയായി. ഇന്റർ മയാമി പ്രീ സീസൺ ടൂറുമായിട്ട് വരുത്തു. പക്ഷെ സൗദി അറേബ്യയിൽ വെച്ച് അദ്ദേഹത്തിന് വീണ്ടും പരിക്കാണ്. ഹോങ്കോങ്ങിൽ അദ്ദേഹത്തിന് കളിക്കാൻ പോലും പറ്റിയില്ല. നാളെ വീണ്ടും ഇന്റർ മയാമി കളിക്കുന്നുണ്ട്. പ്രീ സീസണിൽ അവർ ഏഷ്യയിലേക്ക് നടത്തിയ ടൂറിലെ അവസാന മത്സരമാണ് നാളെ ബീസൽ കൊബയ്ക്കെതിരെ ജപ്പാനിൽ ടോക്കിയോയിൽ നടക്കാൻ പോകുന്നത്. നാളെ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3:30 ആ കളി നടക്കുന്നത്. ആ കളിയിൽ മെസ്സി കളിക്കുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടെ നോക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ലിയോ മെസ്സി തുറന്നു പറയുകയാണ്, ഞാൻ ക്ഷീണിതനാണ്, ഈ കളി ഒന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ക്ഷീണിതനാണ്. ഈ ഒരു ഓൾ ടൂർ എടുക്കുമ്പോൾ ഞാൻ ശരിക്കും ക്ഷീണിതനാണ്. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ അവസാന മത്സരം അങ്ങ് പൂർത്തിയാക്കുക, തിരിച്ച് വീട്ടിലേക്ക് പോവുക. അതാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഏതായാലും ലിയോ മെസ്സി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് മത്സരങ്ങൾ അവർ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം പ്രീ സീസണിൽ അവരുടെ ആദ്യ കളി എൽ സാൽവഡോറിനെതിരെയായിരുന്നു. സാൻ സാൽവഡോറിലേക്ക് മയാമിയിൽ നിന്ന് പോയി അവിടെ കളിച്ച് തിരിച്ചു വന്ന് വീണ്ടും മയാമിയിലേക്ക് US തന്നെ വന്ന് ഡെല്ലാസിലേക്ക് പോയി FC ഡെല്ലസിനെതിരെ കളിച്ച് അത് കഴിഞ്ഞ് നേരെ ഏഷ്യയിലേക്ക് വന്ന് റിയാദിൽ 2 കളികൾ കളിച്ച് പിന്നെ നേരെ ഹോങ്കോങ്ങിൽ പോയി ഹോങ്കോങ് ഓൾ സ്റ്റാർ 11 കളിച്ച് പിന്നെ നേരെ ടോക്കിയോയിലേക്ക് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ അതാണ് മെസ്സി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഓൾ ടൂറിൽ നിന്ന് ഞാൻ ആകെ ടയേർഡാണ്, അതുകൊണ്ട് കളികൾ അന്ന് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് മെസ്സി പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.